തിരുവമ്പാടി ഇറങ്ങി തുടങ്ങി. തിരുവമ്പാടിയുടെ വരവ്, തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത്, തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ പുറത്ത് കയറി, തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ പുറത്തേറി. ഇതാ തിരുവമ്പാടി ഭഗവതി കടന്നു വരുന്നു, കൂട്ടാനകൾ കടന്നെത്തുന്നു. ഏറ്റവും മനോഹരങ്ങളായ ആ ഗജവീരന്മാരെ ഇതാ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഇരുവിഭാഗത്തു നിന്നുമായി ഈ 30 ആനകൾ. ഈ 30 ആനകളും എല്ലാം ഗജലക്ഷണങ്ങളൊക്കെ തികഞ്ഞ 30 ആനകൾ. ആ ആനകളാണ് തൃശ്ശൂരിൻ്റെ മുന്നിലേക്ക് തെക്കേ ഗോപുരനടയിൽ മുഖാമുഖം നിൽക്കാൻ പോകുന്നത്. ലോകത്ത് ഒരിടത്തും ഈ പ്രപഞ്ചത്തിൽ മറ്റെങ്ങും ഇതുപോലൊരു കാഴ്ച ഉണ്ടാവില്ല. ആ കാഴ്ചയുടെ, ആ കാഴ്ചപ്പാടിൻ്റെ ഉത്സവത്തിനാണ്, ആ നിറച്ചാർത്തിന് ഇതാ തിരുവമ്പാടി കൂടി അവിടേക്ക് അടിവച്ച് കടന്നു വരുന്ന ആ മനോഹരമായ കാഴ്ച. ഇനി ഈ കുടകൾ ഇനിയും എത്തിക്കണം. ഇവിടെ കയറ്റാനുള്ള കുടകൾ തിരുവമ്പാടിക്കാർക്കും അവിടെ ഈ ആനകൾ വന്ന് നിന്നാൽ മാത്രമായിട്ടില്ല. ഈ 50 സെറ്റും ഒരേപോലെ എപ്പോൾ നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ പെർഫെക്ഷനോടുകൂടി കൊടുക്കേണ്ടുന്ന ആ സമയമുണ്ട്. അതുകൂടി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് തുടങ്ങാനാവുള്ളൂ. നിരന്നാൽ പെട്ടെന്ന് തുടങ്ങാമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം അതിനുള്ളൊരു അധ്വാനം, വലിയൊരു സംഘാധ്വാനം അതിന് പിന്നിലുണ്ട്. ആ സംഘം ഇപ്പോൾ അതിന് പിന്നിലായി എത്തുന്നുണ്ട്. ആ കുടകൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി അതെല്ലാം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പക്ഷെ പൂർത്തിയാകും. എന്ത് മനോഹരമായ കാഴ്ചയാണ് ആ ഗജവീരൻ പുറത്തേക്ക് വരുന്ന. നമ്മൾ നേരത്തെ ഈ പൂരവിളംബരത്തിൻ്റെ ഭാഗമായിട്ടും ഇപ്പോഴും കാണുന്ന തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഈ ഗോപുരം തുറന്ന് ഗജവീരന്മാർ വരുന്ന കാഴ്ച. അത് മധുവേട്ടൻ പറഞ്ഞതുപോലെ ലോകത്തൊരിടത്തും നമുക്ക് കാണാൻ കഴിയാത്ത കാഴ്ച കേരളത്തിൻ്റെ മണ്ണിൽ തൃശ്ശൂരിൻ്റെ നഗരിയിൽ നമ്മൾ സമ്മാനിക്കുന്നതാണ്. തിരുവമ്പാടി വിഭാഗം ഇതാ നിരന്ന് വരികയാണ്. ആദ്യം തിരുവമ്പാടി ചന്ദ്രശേഖരൻ വരുമ്പോൾ പിന്നാലെ സഹ ഗജവീരന്മാർ കൂടി വരും. ഇനി ഇരുവിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടുമായി ചേർന്ന് നിൽക്കുന്നതോടെ നടുക്ക് ഈ പുരുഷാരം നിന്ന് ആർത്തു വിളിക്കുമ്പോൾ, വരൂ കുടകൾ ഉയർത്തൂ, കുടകൾ വാനിലേക്ക് ഉയരട്ടെ, ഞങ്ങളിതാ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആർത്തു വിളിക്കുമ്പോൾ ആ ഗജവീരന്മാർക്ക് മുകളിൽ നമ്മൾ കാണാനിരിക്കുന്ന കൗതുകത്തിൻ്റെ സമയമാണ്. തിരുവമ്പാടി വിഭാഗം ഇനി പാറമേക്കാവ് വിഭാഗത്തിന് അഭിമുഖമായി നിരക്കേണ്ട കുറച്ചു സമയം, അല്ലേ മധുവേട്ട, കുറച്ചു സമയം കൂടി നമ്മൾ